പക്ഷേ റോസ് ചേച്ചിയും നവ്യയുടെയും കൂടെ ഒരു ചെറിയ വേഷം ഇതിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാര്യം. നവ്യ ആണ് ആക്ച്വലി ഇതിനെ ലീഡ് ചെയ്യുന്നത്. കണ്ണേട്ടൻ കുറെ നാളായിട്ട് എന്റെ പിന്നാലെ നടക്കായിരുന്നു. അപ്പൊ ഞാനോട് ഒരു ജോലി സെറ്റാക്കി തരാൻ പറഞ്ഞു. പിന്നെ അപ്പോൾ നവ്യയിലേക്ക് വരാം. അതൊക്കെ ഒരു മൊമെന്റ് ആണ് എൻ്റെ ജീവിതത്തില്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. തമിഴ്നാടൻ വിജയ് CM ആയപ്പോ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു ഇത് കണിയല്ല കെണിയാ. ഞാൻ ഇവിടെ ഇവനെങ്ങനെ അറിഞ്ഞു? വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നെ അജു വിളിച്ച് പറയുന്നത്. നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ CM ആവണ്ട, അതിനു മുന്നേ അതിന്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. കുട്ടേട്ടാ, ഇനി എനിക്ക് എന്താണ് വേണ്ടേ? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. പ്രസിഡന്റ്, അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയണം, നിന്നെ കൊണ്ട് നടന്ന് ചീത്തയാക്കണേ. കണ്ണിൽ പൊടിയണം, ചാരിറ്റി ഒക്കെ ചെയ്തു വിജയ് ചെയ്ത പോലെ. ഞാൻ ഏതോ എന്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എൻ്റെ ശോഭനൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നവ്യ നേരെ ഇഷ്ടമായിരുന്നു. ഏതായി കുട്ടി? ഒന്ന് പോയെ. നിന്റെ വല്ല അവിഹിത ബന്ധാണോ? പണ്ട് ഞാനും എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല CM ആകുമ്പോൾ വന്നാൽ മതി. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ.